إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله، أوصيكم بما وصى الله به الأولين والآخرين، وقال تعالى: ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റബീഉൽ അവ്വൽ മാസത്തിൽ മദീന സന്തോഷത്തിൽ നിന്ന് സന്താപത്തിലേക്ക് വഴിമാറുകയും മദീന ഇരുൾമുറ്റുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവിയോഗം അവരെ അങ്ങേയറ്റത്തെ ദുഃഖത്തിൽ ആഴ്ത്തി. ഹദീസുകളിൽ കാണാം, ഫലമ്മ ദുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഫൻ കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ ചോദിക്കുന്നുണ്ട്, യാ അനസ് അതാബത് അൻഫുസുകും അൻ തഹ്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ്. അനസ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മണ്ണിങ്ങനെ ഇടാൻ? അത്രത്തോളം അവരുടെ മനസ്സുകളെ വേദനിപ്പിച്ച, ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മുസീബത്ത് എന്നത് എന്റെ വിയോഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിച്ചിരുന്ന മുഅദ്ദിനു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിട്ട് ഷാമിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ലം തദഹക് ഫാത്തിമ ബഅദ വഫാത്തി അബീഹ. തന്റെ പിതാവിന്റെ മരണശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചിരിച്ചിട്ടില്ല. അവരാ ദുഃഖത്തിൽ, അതായത് വാപ്പയോടുള്ള ഇഷ്ടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റത്തെ ആ ഒരു മഹബത്ത് 6 മാസക്കാലമാണ് ശേഷം അവർ ജീവിച്ചത്. പിന്നീട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് ചരിത്രം ഇങ്ങനെയേറെ നമുക്ക് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക്, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തെ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2286 ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ വേദനയും അവരുടെയൊക്കെ സങ്കടങ്ങളും വലുതായിരുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. നബിയെ, നിങ്ങൾ മരിക്കും, അവരും മരിക്കും, എല്ലാവരും മരിക്കും. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വ ഖാതമൻ നബിയ്യിൻ. അന്തിമ പ്രവാചകനാണ്, ഇനി ഒരു പ്രവാചകൻ വരാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം എന്നത് സഹോദരങ്ങളെ, അതൊരു ഹഖീഖത്താണ്, യാഥാർത്ഥ്യമാണ്, ഒരു ബോധ്യപ്പെടുത്തലാണ്. അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അഖാബിക്കും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനല്ലാതെ, അള്ളാഹുവിന്റെ ദൂതരല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനു മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതിലൻ ഖലബതും അലാ അഖാബിക്കും, നബി കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിയുകയാണോ? ഉഹുദിന്റെ രണാങ്കണത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്താണത്. അവരുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നോ എന്ന് പോലും തോന്നുമാറ് അത്രത്തോളം അവരുടെ മനസ്സുകൾ പതറിപ്പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് സഹോദരങ്ങളെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ധൈര്യവും സ്ഥൈര്യവും ഒക്കെ. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വഫാത്തായിരിക്കുന്നു. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, എന്നാൽ അള്ളാഹുവിനെയാണ് ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു ഹയ്യാണ്, ഒരിക്കലും മരിക്കാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് നൽകിയ മെസ്സേജ്, സന്ദേശം അതിവിടെ ബാക്കിയാണ്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, ഒരു തൂവള്ള പ്രതലത്തിലാണ് നിങ്ങളെ നാം വിട്ടേച്ചു പോയിട്ടുള്ളത്, അതിന്റെ രാത്രി പകല് പോലെ പ്രചോഭിതമാണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റുകയില്ല. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിവിടെ നിലനിൽക്കുന്നു. ആ ചര്യകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നത് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ്. മരണം അതൊരു യാഥാർത്ഥ്യമാണ്. നാം നനച്ചിരിക്കാതെ ഏത് സമയത്തും നമ്മിലേക്ക് കടന്നു വരാവുന്ന ഒന്നാണ് മരണമെന്നത് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഏവർക്കും സുപരിചിതമായ സൂറത്തു ആല ഇംറാനിലെ 185-ാമത്തെ ആയത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആയത്ത്. എല്ലാവരും മരിക്കും, ആ മരണത്തിന്റെ രുചി നിങ്ങൾ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഇവിടെയല്ല, മരണത്തിന് ശേഷമാണ് നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് ചെന്നെത്തുന്നത് വരെ അതാണ് ഈ ദുനിയാവുന്നത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധ ഖുർആനിൽ ഏറെ ആയത്തുകൾ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്നു അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ മരണത്തെ നമ്മൾ കാണും, മരണം നമ്മിലേക്ക് വന്നെത്തും. സൂറത്തുൽ ജുമുഅയിൽ നമ്മൾ ഓതുന്നു, ഖുൽ യതവഫാകും മലക്കുൽ മൗതില്ലദീ വുക്കില ബികും, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അതേ റെഡിയായി നിൽക്കുന്നു ഏത് സമയത്തും. നമ്മുടെ സമയമായാൽ സഹോദരങ്ങളെ പിന്തിക്കുകയില്ല. സൂറത്തു സജദയിൽ കാണാം. മാത്രമല്ല ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെ പോയി ഒളിച്ചാലും സഹോദരങ്ങളെ മരണം പിടികൂടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, ശക്തമായി കെട്ടിയുറപ്പിച്ച കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും മരണമെന്ന ഹഖീഖത്ത്, യാഥാർത്ഥ്യം നിങ്ങളെ തേടിയെത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചത് സഹോദരങ്ങളെ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചു. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളും അനുഭൂതികളും എല്ലാം കെട്ടടങ്ങുന്ന തകർന്നു പോകുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ സലഫുകള് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മരണത്തെ ഓർത്തത്. കഫാ ബിൽ മൗതി വാഇദൻ യാ ഉമർ, ഉമറെ മരണമെന്നൊരു വാക്ക് മാത്രം മതി നിനക്ക് ഉപദേശകനായെന്ന് തന്റെ മോതിരത്തിൽ എഴുതി വെച്ചത്, കൊത്തിവെച്ചത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ, മരണത്തെ ഓർക്കാൻ. സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കും ഇനിയും സമയമുണ്ടെന്ന്, ഇനിയും നമുക്ക് ആയുസ്സുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അള്ളാഹു എത്രയാണ് നമുക്കിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ആക്സിഡന്റ്, അതല്ലെങ്കിൽ ഒരു വേദന, അല്ലെങ്കിൽ നാം ഉറങ്ങാൻ കിടന്നതാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമുത് ഫീ മനാമിഹാ, അല്ലാഹു റൂഹിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു പാതി മരണം എന്നത് ഉറക്കമാണ്. അതുകൊണ്ടാണല്ലോ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബിസ്മിക അല്ലാഹുമ്മ അമൂതു, ഞാൻ മരിക്കുകയാണെന്ന്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച. അതൊരു പാതി മരണമാണ് ഉറക്കമെന്നത്. എത്രയോ ആളുകള് ആ ഉറക്കത്തിൽ അവരുടെ റൂഹ് പിടിക്കപ്പെട്ടു. സഹോദരങ്ങളെ,
ഇനിയും ഒരുപാട് കാലം ജീവിക്കണമെന്ന ആഗ്രഹങ്ങളും ആശകളും മോഹങ്ങളുമായി ഒരുപാട് സ്വപ്നങ്ങളുമായി കഴിഞ്ഞുപോയ എത്രയാളുകളുണ്ട്. പക്ഷെ അവരെല്ലാം ഇന്ന് ഖബറിലാണ്. നമ്മുടെ കൂടെ ജീവിച്ചവർ, കൂടെയുണ്ടായിരുന്നവർ. ഇത് നമുക്കൊരു പാഠമാണ്. ഓരോ മയ്യത്ത് കാണുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ റെഡിയാകുന്നവരെ അവിടെ ഇരുന്നു കൊണ്ട് അക്സിറു, നിങ്ങളിതാ ഫസ്തഇദ്ദു ലിമിസ്ലി ഹാദാ, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ റെഡിയാകൂ, നമുക്കും വരാനുണ്ട്. ഇത് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര സഹോദരങ്ങളെ, അത് അതിവിദൂരമല്ല എന്ന ഓർമ്മപ്പെടുത്തൽ. അത് ഈ ദുനിയാവിനോടുള്ള അതിയായ മോഹവും അതുപോലെ തന്നെ പല ദുനിയാവിന്റെ ആഗ്രഹങ്ങളുമൊക്കെ അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതാണല്ലോ ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. തഖ്വയോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. അതാണ് ഇമാം ശാഫിഈ റഹിമഹുള്ളയുടേതായി പറയപ്പെടുന്ന ഒരു കവിതയിൽ, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. അല്ലയോ മനുഷ്യ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ. തസവ്വദ് മിനത് തഖ്വ, തഖ്വയിൽ നിന്ന് നീ പാതയം ഉൾക്കൊള്ളുക. ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല മനുഷ്യ, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, രാത്രിയായാൽ പ്രഭാതത്തിൽ നീ ഉണരുമോ എഴുന്നേൽക്കുമോ എന്ന് പറയാൻ നിനക്ക് സാധ്യമല്ല. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്ര ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ് ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടത്. ഓരോ കുടുംബങ്ങളിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാർത്തകൾ സഹോദരങ്ങളെ നമ്മളെ തൊട്ടടുത്തതായി നമ്മൾ ഏതാനും നാളുകൾക്ക് മുമ്പേ നമ്മൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. നമ്മിലേക്ക് കടന്നു വരാം. വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിന ദഹ്രി, എത്രയോ രോഗികളാണതാ മരണം കാത്ത് അവര് ശയ്യാവലംബികളായിക്കൊണ്ട് കിടക്കുന്നു വർഷങ്ങളായി. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം, ചെറിയ മക്കളതാ ഒരുപാട് മോഹങ്ങൾ, ഈ ദുനിയാവിൽ പലതും ചെന്നെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ സ്വപ്നങ്ങളായിക്കൊണ്ട് ദീർഘകാലം ജീവിക്കുമെന്ന ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നു. പക്ഷേ വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ളുൽമത്തൽ ഖബരി, അവരുടെ ശരീരങ്ങൾ അതാ ഇരുട്ടേറിയ ഖബറിലേക്ക് കൊണ്ടുവച്ചെന്ന് എത്തിയിരിക്കുന്നു. വകം മൻ ഫതാ അംസാ വഅസ്ബഹ ദായികൻ, എത്ര യുവാക്കളാണ് അവരാർത്തുല്ലസിച്ചുകൊണ്ട് അട്ടഹസിച്ച് ചിരിച്ചു കളിച്ച് അവർ രാപ്പകലില്ലാതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാതത്തിലാകുന്നു, പ്രദോഷത്തിലാകുന്നു. പക്ഷേ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവർക്കുള്ള അവരുടെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പുടവ് അവിടെ നെയ്തു വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് അവർ അറിയുന്നില്ലല്ലോ. വകം മിൻ അറൂസിൻ സയ്യനുഹാ ലിസൗജിഹാ, എത്ര പുതുമണവാട്ടികളാണ്, പുതുമണവാളന്മാരാണ് തങ്ങളുടെ ഇണകൾക്ക് വേണ്ടി റെഡിയായിട്ടുള്ളത്. വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദർ, അവരുടെ ആദ്യ രാത്രികളിൽ തന്നെ അവരുടെ റൂഹിനെ പിടിച്ച എത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു, അറിയുന്നു. സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, ഒരു മടക്കമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അയഹ്സബുൽ ഇൻസാൻ അയ്യുത്രക സുദാ, നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല മനുഷ്യരെ, ഇല്ല മനുഷ്യരെ, നിങ്ങൾക്കൊരു മരണമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ ആവർത്തിച്ച് വിവിധ സൂറത്തുകളിലായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ, നബിയുടെ വസിയത്തുകളിൽ കാണാം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന സ്വഹാബി. അദ്ദേഹം പറയുന്നുണ്ട്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി, എന്റെ ഷോൾഡർ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നൽകിയ ഉപദേശം, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, ഈ ദുനിയാവിൽ നീ ഒരു യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയാവുക. കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയമാണ് ആ വാക്കുകളിൽ ഉള്ളത്. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നീ ഒരു യാത്രക്കാരൻ എന്തേ? തന്റെ യാത്രക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ അവൻ ഇവിടെ നിന്ന് നേടിയെടുക്കുകയുള്ളൂ, കൊണ്ടുപോവുകയുള്ളൂ. ഒരു അപരിചിതൻ, ഈ നാടറിയാത്ത ആള്, ഒരു നാടറിയാത്ത ആൾ കുറച്ചു കാലം ഇവിടെ ജീവിക്കുള്ളൂ. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാലി വലിദ്ദുനിയ, ഞാനും ഈ ദുനിയാവുമായി എന്തൊരു ബന്ധം. സഹോദരങ്ങളെ, ഇത് വഅദിന്റെയും പ്രസംഗത്തിന്റെയും ആവേശത്തിന് വേണ്ടി പറയാനും കേൾക്കാനും ഉള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി സ്വഹാബത്തിന് പഠിപ്പിച്ചത്, ഞാനും ഈ ദുനിയാവുമായി എന്തൊരു ബന്ധം. ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ഷജറ, ഒരു റൈഡർ, ഒരു യാത്രക്കാരൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുന്നു.
സുമ്മറാഹ വതറക, പിന്നെ ഒരല്പസമയം കഴിഞ്ഞാൽ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മണിമാളികകളോ നമ്മുടെ ബാങ്ക് ബാലൻസോ നമ്മുടെ സ്വത്തോ നമ്മളിവിടെ ചെയ്തു വെച്ച നമ്മുടെ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും കൊണ്ടുപോവാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ആയുസ്, നമുക്ക് കിട്ടിയ സമയം, ജീവിതമാകുന്ന ഈ ഒരു അസുലഭ നിമിഷം അത് അള്ളാഹ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ. നാളെയാവാം, പിന്നെയാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആഖിർ കലാമി, നബിയുടെ അവസാനത്തെ വസിയത്തായി, വാക്കായി രേഖപ്പെടുത്തപ്പെട്ടത് അസ്സലാ അസ്സലാ. ഫളൽ ഇബ്നു അബ്ബാസിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ ചുമലിൽ കൈയിട്ടുകൊണ്ട് മദീന പള്ളിയിലേക്ക് വേച്ചു വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ അവിടെ അടുത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. തന്റെ അവസാന നമസ്കാരം അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചതാണ്. ബോധം കെട്ട് വീണപ്പോഴും ബോധം കിട്ടിയപ്പോ തിരിച്ചു വന്നപ്പോ അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ ആയിഷ എന്ന് ചോദിച്ചത്. സഹോദരങ്ങളെ, എത്രയാൾക്ക് നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസത്തിലെ ഫജ്ർ നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് ജുമുഅ ദിവസമാണ്. ഇന്നത്തെ ഫജ്ർ എത്ര കിട്ടി? എത്ര ആളുകൾ കിട്ടി? എനിക്കും നിങ്ങൾക്കും ജമാഅത്ത് കിട്ടിയോ? എത്ര പുണ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു. മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ അള്ളാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രയോ വസിയത്തുകള്, എത്രയോ ഉപദേശങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിയാക്കി നിർദ്ദേശിച്ചു. ഇതൊക്കെ ഉൾക്കൊള്ളേണ്ട, ഇതെല്ലാം പ്രാക്ടിക്കലായി ജീവിതത്തിൽ പകർത്തേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധമാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കണം. ഏത് സമയത്തും നിലച്ചു പോകാവുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിലുള്ളത്, നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിന്നാൽ അതോടുകൂടി ആ പേര് മാറി, നമ്മുടെ സ്ഥാനം പോയി, എല്ലാം നഷ്ടപ്പെട്ട് മയ്യത്തായി. എപ്പോ മയ്യത്തെടുക്കുമെന്ന് ചോദിക്കും. പിന്നെ ഒന്നുമില്ല, കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സഹോദരങ്ങളെ നമുക്ക് അവസരമില്ല. അതാണ് ഖബറിൽ കിടക്കുന്നവരോട് ചോദിക്കുകയാണ് എങ്കിൽ, അതെ, റകഅതാനി തഹ്ഖിറൂന വതംഫിലൂന, നിങ്ങൾ നിർവഹിക്കുന്ന, നിങ്ങൾ നിസാരമായി കാണുന്ന ആ 2 റക്അത്ത് സുന്നത്തായിരിക്കും. അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാക്കും, നമ്മുടെ ഈ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ആ ഖബറിൽ കിടക്കുന്ന ആളോട് ചോദിച്ച 2 റക്അത്ത് നിസ്കരിക്കാന് എനിക്ക് ചാൻസ് ലഭിച്ചിരുന്നെങ്കിൽ എത്ര സുന്നത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി സഹോദരങ്ങളെ, എത്ര പുണ്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് നമുക്ക് സമയം നഷ്ടപ്പെടുത്താനില്ല. വലിയ നിഅമത്തുകൾ, അസ്സിഹത്ത് വൽ ഫറാ. ഇപ്പൊ നമുക്ക് ആരോഗ്യമുണ്ട്, ഇപ്പൊ ഒഴിവ് സമയമുണ്ട്, ഒന്നും നഷ്ടപ്പെടുത്തരുത് സഹോദരങ്ങളെ, ഖേദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. ടൈം വേസ്റ്റ് ആക്കുക എന്നുള്ളത് മരണത്തെക്കാൾ കഠിനമാണ്. സമയം വേസ്റ്റ് ആക്കുക എന്നുള്ളത്, ഒരു പണിയില്ല, എന്നിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ സമയം കളയുന്നു, ഒന്നും പഠിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. തന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച്, സ്വർഗീയ ലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും പേടിക്കാനും ഒരു ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താനും എന്തേ സമയമായില്ലേ? അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. സൂറത്തുൽ ഹദീദിൽ നിങ്ങൾക്കെന്തേ ഖുർആനിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? എന്തെല്ലാം വിവരങ്ങള്, ഇൽമുകൾ നമുക്കുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ, അതിന്റെ ആയത്തുകള് അറിയാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വല്ലാത്ത സമാധാനമല്ലേ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. ടൈം വേസ്റ്റ് ആക്കുക എന്നുള്ളത് മരണത്തെക്കാൾ കഠിനമാണ്. ലിഅന്ന ഇദാഅത്തുൽ വഖ്തി തഖ്തഉക അനില്ലാഹി വദ്ദാരിൽ ആഖിറ. നീ ടൈം വേസ്റ്റ് ആക്കുമ്പോ അള്ളാഹുമായും ആഖിറവുമായുള്ള ബന്ധമാണ് നീ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ലിഅന്നൽ മൗത്ത്, എന്നാൽ മരണമെന്നത് യഖ്തഉക അനിദ്ദുനിയ വഅഹ്ലിഹ, മരിക്കുന്നതോടുകൂടി ഈ ദുനിയാവും അതിലെ ആളുകളുമായുള്ള ബന്ധേ നഷ്ടപ്പെടും. പക്ഷേ നീ ഹയാത്തിലിരിക്കുമ്പോൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ആഖിറമാണ് എന്ന ബോധ്യം അത് നമുക്കുണ്ടാവണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നൽകുന്ന ഒരു 4 വാഗ്ദാനങ്ങളുണ്ട്. 4 വാഗ്ദാനങ്ങളുണ്ട്, 4 പ്രോമിസുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണത്? ഒന്ന്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കും. അള്ളാഹുവിനെ ഓർക്കാനുള്ള മജ്ലിസുകൾ എത്ര നമ്മൾ നഷ്ടപ്പെടുത്തി സഹോദരങ്ങളെ. അള്ളാഹിന്റെ മസ്ജിദിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ഓതാൻ. മനിജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി തആല യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ. പള്ളിയിൽ വന്നുകൊണ്ട് അല്പസമയം ഖുർആൻ ഓതി പഠിച്ച് പോവുകയാണെങ്കിൽ മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹുവിന്റെ സക്കീനത്തെ, ശാന്തി അവരുടെ മേൽ ഇറങ്ങും, എല്ലാ ടെൻഷനുകളും ഇല്ലാതാക്കുന്ന ഒന്ന്.
അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ അദ്കാറു സബാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആർക്ക് വേണ്ടി? സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുർബലരാണോ, നിങ്ങൾക്ക് സാമ്പത്തികമായി ശേഷിയില്ലേ സ്വതക്ക നൽകാൻ, ഹജ്ജും ഉംറയും ചെയ്ത കൂലി കിട്ടാനതാ ആരെങ്കിലും സുബഹി നമസ്കാരം നിർവഹിച്ച് സുമ്മ ഖഅദ ഫീ മസ്ജിദിൻ ഫീ മുസല്ല, അവന്റെ നമസ്കാര സ്ഥലത്ത് അല്ലെങ്കിൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഹത്താ തത്ലുഅ ശംസ് സുമ്മ സല്ല റകഅതൈൻ, സൂര്യൻ ഉദിച്ചുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നമസ്കരിച്ചാൽ കാന ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ് എന്ന്. സഹോദരങ്ങളെ, നമ്മൾ എന്ത് പറയാൻ സാധിക്കും? നമുക്ക് എന്ത് എക്സ്ക്യൂസ് നമുക്ക് പറയാൻ സാധിക്കും? റബ്ബേ, എനിക്ക് സമയം കിട്ടിയില്ല എന്നോ? ഇത്രയും ഓഫറുകൾ നൽകി, അതുപോലും അതെ പണച്ചെലവില്ല, കുറച്ച് സമയം ഇരുന്നാ മതി, പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ഇതൊന്ന് ചൊല്ലി പഠിക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ. ബിസ്മില്ലാ ലാ യദുറു മഅസ്മി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ഉപദ്രവങ്ങളും നിങ്ങളെ ഉണ്ടാക്കുകയില്ല. എല്ലാത്തിൽ നിന്നും രക്ഷ നൽകുന്നതായ ദിക്റുകൾ, പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലനാ ശഅനനാ കുല്ല വലാ തകിൽനാ അലാ അൻഫുസിനാ തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി. എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ. നമ്മുടെ കയ്യിലല്ല സഹോദരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മളാകെ കുഴഞ്ഞു പോകും. അള്ളാന്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ ഖുവ്വത്ത് കൊണ്ട്, അള്ളാന്റെ സഹായം കൊണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നമ്മൾ നടന്നു പോകുന്നത്, നമ്മൾ നടന്നു നീങ്ങുന്നത്, നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ആ റബ്ബിനെ ഓർക്കാൻ ഫദ്കുറൂനി അദ്കുറുക്കും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ലാ, നിന്റെ നാവ് നനവുള്ളതാകട്ടെ അള്ളാന്റെ ദിക്ർ കൊണ്ട്. മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞിട്ട് സമയം കളയൽ ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. രണ്ടാമത്തെ വാഗ്ദാനമായി ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തിൽ റബ്ബിനോടൊന്ന് ശുക്ർ ചെയ്യാൻ. എഴുതി വെക്കാനല്ല, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ചില ആൾക്കാരൊക്കെ അങ്ങനെ എഴുതി വെക്കും. അതല്ല, അത് നിന്റെ പ്രവർത്തനത്തിൽ കാണണം. എന്റെ റബ്ബ് നൽകിയ നിഅമത്തിന് ഞാൻ ശുക്റുള്ളവരായിരിക്കണം. എനിക്ക് വാഹനം നൽകി, ഞാൻ ബാക്കിയുള്ളിടത്തൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ജമാഅത്തിന് പള്ളിക്ക് വരാൻ എനിക്ക് സമയമില്ല. എന്റെ ആ നിഅമത്ത് ഞാൻ ഉപയോഗപ്പെടുന്നില്ല. ടൂർ പോകുന്നുണ്ട്, മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അതെ, നമുക്ക് തന്നെ നമ്മുടെ ആഖിറം, പരലോകം, നമ്മുടെ ഖബർ വിശാലമാകാനുള്ള, ഖബറിൽ വെളിച്ചമേകാനുള്ള ആ സവാബ് കിട്ടുന്ന പള്ളിയിലേക്ക് വരാൻ നമ്മുടെ നിഅമത്ത് ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലാഹു നൽകിയ സിഹത്ത്, ആഫിയത്ത് എല്ലാം നോക്കൂ സഹോദരങ്ങളെ. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്കേറെ നൽകും. അതാണ് നമ്മൾ പറയാനും ചെയ്യാനും വേണ്ടി പഠിപ്പിക്കപ്പെട്ടതാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. സുബഹി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ. തശഹുദിന്റെ അവസാനത്തിലാണ് എന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. റബ്ബിന്റെ സഹായം വേണം. റബ്ബെ, നിന്നെ ഓർക്കാൻ, നിന്നെ ശുക്ർ ചെയ്യാൻ, അതിനൊക്കെ ഒരു തൗഫീഖ് വേണം സഹോദരങ്ങളെ. അള്ളാന്റെ തൗഫീഖ് ഇല്ലാതെ ഇതിനൊന്നും സാധ്യമല്ല. നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. ഇങ്ങനൊന്നും നടന്നാൽ പോരല്ലോ, ഏത് സമയത്തും മരണം വരുമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് മാറണമല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. മൂന്നാമത്തെ വാഗ്ദാനം ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. നിങ്ങൾ എന്തെന്ത് പ്രശ്നങ്ങളുണ്ടോ ഞാൻ നിങ്ങൾക്ക് ആൻസർ നൽകുമെന്ന് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹ് ലജ്ജയുള്ളവനാണ്, അള്ളാഹുവിന് ഷെയ്മാണ്. ഒരടിമ തന്നിലേക്ക് കൈ ഉയർത്തിയാൽ അയ്യറുദ്ദഹുമാ സിഫ്റ, വെറും കൈയോടെ മടക്കുക എന്നുള്ളത്. അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി ദുആ ചെയ്യൂ. എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും. അതല്ലെങ്കിൽ സഹോദരങ്ങളെ, മരണത്തോടുകൂടി നമുക്കൊരു റാഹത്ത് കിട്ടും. അതാ വജഅലിൽ മൗത റാഹത്തല്ലി മിൻ കുല്ലി ശർ. റബ്ബേ, എപ്പോ മരിച്ചാലും എന്റെ മരണം എനിക്ക് എല്ലാ തിന്മയും നിന്നുമുള്ള ഒരു റാഹത്താക്കണേ. അങ്ങനെ റാഹത്തോടുകൂടി മരിക്കാൻ. അതുകൊണ്ട് അധികം സമയം കളയേണ്ടതില്ല. ഞാനും നിങ്ങളും 2 ദിവസത്തിൽ കൂടുതൽ വസിയത്തുകൾ എഴുതി വെക്കാതെ വിശ്വാസി കടന്നു പോവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. നാലാമതായി പഠിപ്പിച്ച വസിയത്ത് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചാൽ അള്ളാന്റെ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല, പിടികൂടുകയില്ല എന്ന് അള്ളാന്റെ വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, അള്ളാനെ ദിക്ർ ചെയ്ത്, അള്ളാഹ് നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട്, റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാറോടുകൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ
وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ നമ്മുടെ ഈ ചുരുങ്ങിയ ആയുസ്സിൽ നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും ഒരു താക്കീത്, അതല്ലെങ്കിൽ ഇനിയൊരു സമയം നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശറിലൂടെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ തഖ്വയുള്ളവരാവണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു, എനിക്ക് വേണ്ടി എന്തുണ്ട് എന്ന്. ഞാൻ ചെയ്തു വെച്ചത് സഹോദരങ്ങൾ അതെന്താ? എന്റെ വീടുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, സ്വത്തുണ്ട്, ഇതൊന്നും അല്ല ചോദിച്ചത്. എനിക്ക് വേണ്ടി ഞാൻ എന്ത് കർമ്മങ്ങൾ, എന്റെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താ, എന്റെ ഇബാദത്തിന്റെ അവസ്ഥ എന്താ, എന്റെ ജീവിതത്തിന്റെ സമയം ഞാൻ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു, എന്റെ ഖബറിലേക്ക് വേണ്ടി ഞാൻ എന്ത് സമ്പാദിച്ചു, എന്റെ നമുക്ക് വിശ്രമിക്കാനില്ല. അറഖുൽ ജബീൻ മൗത്തുൽ മുഅ്മിൻ ബി അറഖിൽ ജബീൻ എന്നാണ്. വിശ്വാസിയുടെ മരണം നെറ്റിത്തടം വിയർത്തിട്ട. എന്താ? ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നമുക്ക് നഷ്ടപ്പെടുത്താനുള്ള സമയം, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. വെറുതെ സമയം കളയുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെയൊന്നില്ല. എന്തെങ്കിലും നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 പ്രതിഫലമുണ്ട് എന്ന്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ്. ഫഅക്തിറു അലയ്യ മിന സ്വലാത്തി ഫീ. ജുമുഅ ദിവസത്തിൽ എന്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ. നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അൽ ബഖീൽ, പിശുക്കനാണ്, മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി. എന്റെ പേര് കേട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ. ഇങ്ങനെ എത്ര പുണ്യങ്ങളുണ്ട്, അദ്കാറുകളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുണ്ട്, പ്രാർത്ഥനകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഫമൻ അഹബ്ബ അൻ യുസഹ്സിഹ അനിൻ നാർ വയുദ്ഖിലൽ ജന്ന. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം കിട്ടാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫൽതഅതിഹി മനിയതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടെ, ആഖിറത്തിലുള്ള വിശ്വാസത്തോടെ, ഈമാനോട് കൂടി അവൻ മരിക്കട്ടെ. സഹോദരങ്ങളെ, ഏത് സമയത്തും നമ്മുടെ ഈമാനിനെ തെറ്റിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ ആദർശത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതുകൊണ്ട് തൗഹീദിലായി മരിക്കാൻ, അല്ലാഹുമ്മ അഹീനാ അല തൗഹീദ് റബ്ബേ, തൗഹീദിൽ ജീവിച്ച് തൗഹീദിൽ മരിക്കാൻ, അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ഒരു തൗഫീഖ് നൽകണേ. ആ തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റബ്ബിൽ നിന്ന് ആളുകൾ ബഹുദൂരം അകലുകയാണ്, സൃഷ്ടികളിലേക്ക്, ദുർബലരായ സൃഷ്ടികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കുക. മറ്റൊന്ന് സഹോദരങ്ങളെ, വല്യഅതി ഇലന്നാസില്ലദി യുഹിബ്ബു അൻ യുഅത ഇലൈഹി. ജനങ്ങൾ എങ്ങനെ തന്നോട് പെരുമാറണമെന്നാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതേപോലെ ജനങ്ങളോട് നമ്മൾ ബിഹേവ് ചെയ്യാം. ആൾക്കാരൊക്കെ നല്ല രൂപത്തിൽ എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപഴകണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എന്റെ സംസാരവും പെരുമാറ്റവും അതുപോലെയായിരിക്കണം. ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ജവാമിഉ കലിമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വാക്കുകൾ അങ്ങനെയാണ്, എല്ലാം അതിൽ ഉൾക്കൊണ്ടു. നമ്മുടെ വാക്ക്, പ്രവർത്തികൾ. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് കടന്നു വരുമ്പോ അവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, സ്മൈൽ, ചിരിക്കുക, പുഞ്ചിരിക്കുക. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നന്മയിൽ നിന്നൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ. നിന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. നോക്കൂ സഹോദരങ്ങൾ, അതുപോലും വിശ്വാസിക്ക് പ്രതിഫലമാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അതിന് വല്ല മുടക്കുണ്ടോ ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ? മുസാഫത്ത് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ എടുക്കാറുണ്ടായിരുന്നില്ല. താൻ ആർക്കാണോ കൈ കൊടുത്തത് അയാൾ കൈ വലിക്കുന്നത് പോലെ. അത്രത്തോളം അദബുകൾ, ആ വിനയവും ആ ഒരു സ്നേഹവും മനുഷ്യരോട് കരുണയോടുകൂടി വർത്തിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മുമ്പിൽ സഹോദരങ്ങളെ ഇവിടെ മാതൃകയായി ബാക്കി നിൽക്കുന്നു. അതിൽ നിന്ന് നമ്മൾ പഠിക്കുക, ഹദീസുകളിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു മാതൃക തന്നെ. അതുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാരൊക്കെ, മുഹദ്ദിസുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചു. ഇമാം തിർമിദിക്ക് ഒരു കിതാബ് തന്നെയുണ്ട്, അശ്ശമാഇലുൽ മുഹമ്മദിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർണ്ണനയാണ്. ഇതൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി ആ സ്വഭാവത്തോടു കൂടി ജീവിക്കുക. നമ്മൾ ജനങ്ങളോട് അങ്ങോട്ട് നല്ല രൂപത്തിൽ പെരുമാറിയാൽ, ഇടപെട്ടാൽ ആൾക്കാർ ഇങ്ങോട്ടും നല്ല രൂപത്തിൽ നമ്മളോട് പെരുമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല സ്വഭാവത്തിൽ, നല്ല പെരുമാറ്റത്തിൽ സമൂഹത്തിൽ ജീവിക്കാൻ
അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുസ്ലിമായി കൊണ്ട് മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും നമുക്ക് അള്ളാഹു മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും എല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.